എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ ശനിയുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടായി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഫലസിദ്ധിയാണ് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. രാജയോഗം, ധനയോഗം, മഹാഭാഗ്യം, ഐശ്വര്യം, ഗൃഹത്തിൽ സമാധാനം, ശാന്തി, ഐശ്വര്യം എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള ഐശ്വര്യ ഫലങ്ങളും വന്നു ചേർന്നിട്ടുള്ള നക്ഷത്രങ്ങൾ ഇവരൊക്കെയാണ്. അപ്പോൾ ആ നക്ഷത്രക്കാരും അതുപോലെ തന്നെ ഏതൊക്കെ കൂറുകാർക്കാണ് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകുന്നതെന്നും ഇത് വെറുതെ പറയുകയല്ല, ഇവിടെ എഴുതി വെച്ചിട്ട് ആ ശനിയുടെ രാശിമാറ്റം. ഇപ്പം വ്യാഴത്തെ ഞാൻ ഇവിടെയാണ് കുറിച്ചിരിക്കുന്നത്. ഈ വരുന്ന മെയ് 14 വ്യാഴത്തിൻ്റെ രാശിമാറ്റമുണ്ട്. ഇനി ഏകദേശം ഒരു 10 ദിവസം 20 ദിവസത്തിനകം വെച്ച് രാശിമാറ്റം വ്യാഴത്തിൻ്റെ വരാൻ പോകുന്നുണ്ട്. അപ്പം ഇന്ന് ഒരു ഫലസിദ്ധി പറയുന്ന ഒരു വീഡിയോ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള ഗുണഫലം ഇത് എഴുതി വെച്ചോളൂ, ഉറപ്പായിട്ടും ഫലസിദ്ധിയാകും. 2.5 വർഷത്തേക്ക് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 2.5 വർഷം നിങ്ങൾക്ക് അനുകൂല ഫലമുണ്ട്. അതിൽ വ്യാഴത്തിൻ്റെയും കൂടെ അനുകൂലം ചേരുന്നത് കൊണ്ട് അതിശക്തമായിട്ടുള്ള ഫലസിദ്ധിയാണ് നമുക്കിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ഏതൊക്കെ കൂറുകാർക്കാണ് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകുന്നത്, ആർക്കൊക്കെയാണ് അതിൻ്റെ ഗുണം കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. നമുക്ക് രാശിപ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. നിങ്ങളുടെ ജാതകവും കൂടി എടുത്ത് മുന്നിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ജാതകം, നിങ്ങളുടെ ജ്യോതിഷം നോക്കാനായിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശനി നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തണം. ലഗ്നം എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തണം. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മളെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ എവിടെയാണ് ലഗ്നം എന്ന് നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തണം. രാശികളെ എഴുതിയിട്ടുണ്ട്. മേടമാണോ, ഇടവലഗ്നക്കാരനാണോ, മിഥുന ലഗ്നക്കാരനാണോ, കുംഭലഗ്നക്കാരനാണോ, മീനലഗ്നക്കാരനാണോ, നിങ്ങളൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ ഏത് ലഗ്നക്കാരനാണെന്ന്. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് നമ്മളതിനെക്കുറിച്ച് പറയുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനി ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുക. ലഗ്നത്തെ ഒന്നായിട്ട് കണക്ക് കൂട്ടുക. ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം എന്ന് കരുതുക. അപ്പൊ ശനി ഇവിടെയാണ് നിൽക്കുന്നതെന്ന് ചുമ്മാ അടയാളപ്പെടുത്തുന്നു. 1, 2, 3, 4, 5, 6, 7, 8. എനിക്ക് അഷ്ടമത്തിലാണ് ശനി എന്ന് എഴുതി വെക്കുക. ആദ്യം അത്രയും കാര്യം ചെയ്യുക. അതുപോലെ തന്നെ വ്യാഴവും എവിടെ നിൽക്കുന്നു, ഈ ലഗ്നക്കാരനാണെങ്കിൽ വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് എഴുതി വെക്കുന്നു നമ്മൾ. അപ്പം ഈ ലഗ്നക്കാരനാണെങ്കിൽ എനിക്ക് 2ാം ഭാവത്തിൽ വ്യാഴം, ശനി ഇവിടെ നിൽക്കുന്നെങ്കിൽ അഷ്ടമത്തിൽ. ഇനി അടുത്ത ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നമെങ്കിൽ 1, 2, 3, 4, 5, 6. എനിക്ക് 7ലാണ് ശനി. ഇവിടെയാണെങ്കിൽ 1, 2, 3, 4, 5, 6ലാണ് ശനി. ഇവിടെയാണെങ്കിൽ 1, 2, 3, 4, 5ലാണ് ശനി. ഇവിടെയാണെങ്കിൽ എനിക്ക് 4ലാണ്. ഇവിടെയാണെങ്കിൽ 3ലാണ്. ഇവിടെയാണെങ്കിൽ 2ലാണ്. ഇവിടെയാണെങ്കിൽ ജന്മത്തിൽ തന്നെ. ഇവിടെ ലഗ്നം വരുന്നവർക്ക് എനിക്ക് ജന്മത്തിലാണ് ശനി. ഇവിടെയാണ് ലഗ്നം വരുന്നവർക്ക് നിങ്ങൾക്ക് 12ലാണ് ശനി. തിരിച്ചെണ്ണണം, പുറയിലിട്ട് വന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ, നിങ്ങളുടെ ഗ്രഹനിലയിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 11ലാണ് ശനി നിൽക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ശനി 10ലാണ്. ഇത് ഉദാഹരണം പറഞ്ഞതാണ്. ശനി എവിടെയാണോ വരുന്നത്, ലഗ്നം മുതൽ അതിനെ കണക്കുകൂട്ടി ഇപ്പുറത്ത് എഴുതി വെക്കണം. ആദ്യത്തെ ജോലി അത് കഴിഞ്ഞു. അതുപോലെ തന്നെ വ്യാഴവും എടുത്ത് എഴുതി വെക്കണം. നിങ്ങളുടെ പഴയ ജാതകമോ അല്ലെങ്കിൽ പഞ്ചാംഗമോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് എഴുതിയിട്ടുള്ള പഴയ ഗ്രഹനിലയോ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. കുംഭശനി അല്ലെങ്കിൽ മേടശനി അല്ലെങ്കിൽ ഇടവശനി, മിഥുന വ്യാഴം, കൊല്ലവർഷം 1150 ആണ്ട്, ഇത്രാം തീയതി, ഇത്ര, അങ്ങനെ തുടക്കം അങ്ങനെ. അപ്പം ഒരു ജാതകത്തിൽ ശനിയെയാണ് ആദ്യം ജ്യോതിഷൻ എഴുതുന്നത്. കുംഭശനി നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശനീശ്വരനാണ്. ശനീശ്വരൻ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ നിൽക്കുന്നത് സമനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. മെയ് 14 2025 മെയ് 14 വ്യാഴം ഇങ്ങോട്ടുകൂടെ വരികയാണ്. 2 പേര് കേന്ദ്രസ്ഥാനത്ത് വരികയാണ്. നമുക്കറിയാമല്ലോ, ഒരു ശക്തമായ ഒരു ഭരണം ഒരു രാജ്യത്തുണ്ടെങ്കിൽ, ആ രാജ്യത്തിൻ്റെ 2 ഭരണാധികാരികളുണ്ടെങ്കിൽ ആ രാജ്യം എന്തുമാത്രം മുന്നോട്ട് കുതിക്കും എന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ 2 പേര്, സമന്മാരായിട്ടുള്ള 2 പേര്, ഒരാൾ മീനത്തിലും ഒരാൾ മിഥുനത്തിലും നിൽക്കുകയാണ്. കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിശക്തമായിട്ടുള്ള ഫലമാണ് വരാൻ പോകുന്നത്. ഏതൊക്കെ കൂറുകാർക്കാണ് വരാൻ പോകുന്നത് എന്നാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതേപോലെ ലഗ്നം കുറിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഭാവത്തിലാണ് ശനിയും ഏത് ഭാവത്തിലാണ് വ്യാഴവും എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തി നോട്ട് ചെയ്ത് വെക്കുക.
അതിനുശേഷം നിങ്ങൾ മേടലഗ്നക്കാരനാണോ നോക്കുക. ആണെങ്കിൽ മേടലഗ്നക്കാരനാണെന്ന് എഴുതി വെക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ധനു ലഗ്നക്കാരനാണോ എന്ന് എഴുതി വെക്കുക. അടുത്തതായിട്ട് മീനലഗ്നക്കാരനാണോ എന്ന് എഴുതി വെക്കുക. ആണെങ്കിൽ നിങ്ങൾക്ക് ശനി കുറച്ച് നിങ്ങൾ ജനിച്ച സമയത്ത് ശനി നിങ്ങൾക്ക് കുറച്ച് ദോഷത്തിലാണ് നിൽക്കുന്നത് എന്ന് എഴുതി വെക്കുക. ജനിച്ച സമയത്തെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജാതകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ജാതകപ്രകാരം നിങ്ങൾ ഈ ലഗ്നക്കാരുടെ കാര്യം പറഞ്ഞു. മേടം, ധനു, മീന ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ശനി കുറച്ച് ദോഷത്തിലാണ് എന്ന് എഴുതി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എണ്ണിയായിരുന്നു, ഇവിടെ ലഗ്നം വരുന്നവർക്ക് 1, 2, 3, 4, 5, 6, 7, 8 എന്ന് എണ്ണിയായിരുന്നു. എനിക്ക് ഈ ലഗ്നക്കാരന് അഷ്ടമത്തിലാണ് ശനി എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ ശനി 5-ാം ഭാവത്തിലോ 6-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ 12-ാം ഭാവത്തിലോ ആണ് ശനി നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്കും ദോഷത്തിലാണ് ശനി നിൽക്കുന്നത് എന്ന് പറഞ്ഞത് എഴുതി വെക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് ശനി നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് മേടത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ കർക്കിടകത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിലോ ചിങ്ങത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിലോ വൃശ്ചികത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് കുറച്ച് ദോഷം കൂടിയുണ്ട് എന്നുകൂടി എഴുതി വെക്കുക നിങ്ങളുടെ ജാതകത്തിൽ ശനി ഇവിടെയാണെങ്കിൽ. അപ്പം ഇനി ഒന്നുകൂടെ അത് പറയുന്നില്ല, ഇത്രയും പേര് നിങ്ങൾക്ക് ശനി ദോഷത്തിലാണ് ഞങ്ങൾക്ക് ജനിച്ച സമയത്ത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന അതിശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശനിദശാകാലം ആണോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യം അടുത്തതായിട്ട് പറഞ്ഞു തരാം. ഇനിയിപ്പം അതിശക്തമായിട്ടുള്ള ഒരു ഫലസിദ്ധി ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാർ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഫലം രാജയോഗം, ധനയോഗം, ഐശ്വര്യം, മഹാഭാഗ്യം ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാർ വരാൻ പോകുന്നത് പ്രധാനമായിട്ട് ഒരു വർഷത്തേക്ക് ഏറ്റവും ശക്തമായൊരു ഫലമാണ് ഇനി വരാൻ പോകുന്നത്. 2025 മെയ് 14 മുതൽ ഏകദേശം ഒരു വർഷം 2026 മെയ് മാസം വരെ വ്യാഴം ഉണ്ടാകുന്ന ആ സമയത്തുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള ഫലസിദ്ധിയാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഏറ്റവും ഗുണഫലം അനുഭവിക്കാൻ പോകുന്ന ഒരു നക്ഷത്രക്കാരാണ് പൊരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് അവരിൽ ഏറ്റവും മുൻപന്തിയിൽ വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനായാസമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫലസിദ്ധിയിൽ വരും. അപ്രതീക്ഷിത ധനയോഗം ഉണ്ടാകും, കുടുംബ ഐക്യം ഉണ്ടാകും, മംഗല്യം നടക്കാതെ നിൽക്കുന്ന കുട്ടികൾക്ക് മംഗല്യയോഗം ഉണ്ടാകും. പൊരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് വിദേശയാത്രാ ഗുണം ഉണ്ടാവും. പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. അതിൻ്റെ കാരണം ലാഭാധിപൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ. അതുകൂടാതെ ശനി വ്യാഴം കേന്ദ്രത്തിലേക്ക് വരുന്നുണ്ട്. മെയ് 14 മുതലാണ് ഈ ഫലം കൂടുതൽ ഗുണത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് നമുക്ക് മനോദുരിതങ്ങൾ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ദൂരസ്ഥലങ്ങളിൽ സ്ഥലം മാറ്റം പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 14 നിങ്ങൾ കുറിച്ച് വെച്ചോ, നിങ്ങൾക്ക് ഐശ്വര്യം വരാൻ പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ ശനി ദോഷത്തിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നെങ്കിൽ അതിൻ്റെ ദോഷപരിഹാരം രണ്ടാമതായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ അതിശക്തമായിട്ടുള്ള മഹാഭാഗ്യ യോഗം, ഐശ്വര്യം, ധനയോഗം, സ്ഥാനം മാറ്റം, വിദ്യാഭ്യാസ ഗുണം, വിദേശയാത്രാഗമനം ഇങ്ങനെയുള്ള തടസ്സങ്ങളുണ്ടായിരുന്നതെല്ലാം നീങ്ങിയിട്ട് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം വരാൻ പോകുന്നു, മഹാഭാഗ്യം വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഗൃഹയോഗം, വാഹനയോഗം, അതുപോലെ ഏത് കാര്യത്തിനും ഒരു തടസ്സം വിട്ടൊഴിഞ്ഞു മാറും എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നിങ്ങൾ ഈ ലഗ്നക്കാരനാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശനിയുടെ സ്ഥാനം നിങ്ങൾ ജനിച്ച സമയത്ത് 5, 6, 8, 12 ഭാവങ്ങളിലാണോ എന്നും കൂടി നോക്കണം. ആണെങ്കിൽ അതൊരു ദോഷമാണ്. അതിനൊരു പ്രതിവിധി കൂടെ പറഞ്ഞു തരാം. ഈ വീഡിയോയുടെ തൊട്ട് മുൻവശത്തായിട്ട് നമുക്ക് ആ പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ പരിഹാരമില്ല. ശനിദേശം മാറുന്നതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം പറഞ്ഞു തരാം. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്ന കാര്യം മകേരത്തരയും തിരുവാതിരയും പുണർതത്തിൽ മുക്കാലുകാരായിട്ടുള്ളവരാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ കുറിച്ച് വെച്ചോ. നിങ്ങൾക്ക് വ്യാഴം മെയ് 14 തീയതിയോടുകൂടി വ്യാഴത്തിൻ്റെ വരവും കൂടെ ചേർത്ത് കർമ്മപുരോഗതിയും ഐശ്വര്യവും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതിയും ധനയോഗവും എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഉദ്യോഗലബ്ധി, ആധിപത്യം ഉണ്ടാകുമെന്ന് പറയുന്നു. എങ്ങനെ ആധിപത്യം? സർവാധിപത്യം. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അവിടെ മേൽഗതി ഉണ്ടാകും. അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രമോഷൻ ഉണ്ടാകുക. ആധിപത്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജ്യോതിഷപരമായിട്ട് പദവികൾ കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പം പദവിയിലിരിക്കുന്നവർക്ക് പദവിയിൽ യോഗം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞു കുട്ടികളുടെ കാര്യം തിരുമേനി പറയുന്നില്ലെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നേതൃ ഗുണം ഉണ്ടാവും, പദവി ഉണ്ടാവും എന്ന് വെച്ചാൽ എന്താ അർത്ഥം?
ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഫുൾ മാർക്ക് നേടി അടുത്തതിലേക്ക് പോകുമെന്ന് വിചാരിക്കണം. ഒരു പോലീസുകാരൻ എന്ത് വിചാരിക്കണം, എനിക്ക് പ്രൊമോഷൻ കിട്ടും. ഏത് ഉദ്യോഗത്തിലിരിക്കുന്നോ അതിൽ നിന്നൊരു മേൽഗതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി വേണ്ട, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ആ ജോലിയിൽ നിന്നും മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ നിന്നും പ്രൊമോഷൻ ഉണ്ടാകും. ഇങ്ങനെ കരുതിക്കണം, അല്ലാതെ ഒരാളുടെ ഫലം വേറൊരാളുടെ ഫലമില്ല. അപ്പം ഈ കൂറുകാരുടെ ഫലം പറയുമ്പോൾ മകയിരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാല് നക്ഷത്രക്കാരും, മകയിരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലും. ചില നാക്കുപിഴയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പം ഈ നക്ഷത്രം പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഇടയ്ക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മിഥുനക്കൂറുകാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, രണ്ടാമതായിട്ട് പറഞ്ഞത്. ഒന്നാമതായിട്ട് നമ്മൾ മീനത്തിൻ്റെ പറഞ്ഞു, രണ്ടാമതായിട്ട് മിഥുനത്തിൻ്റെ പറഞ്ഞു. ബാക്കിയുള്ളവരുടെ ഫലം കൂടി അതിനോട് ചേർത്ത് പറയുന്നതാണ്. പ്രധാനമായിട്ട് ഇത് രണ്ടുമാണ് നമുക്കുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ശനി 1-ാം ഭാവത്തിലാണ്, ലഗ്നത്തിലാണ്. മിഥുനക്കാർക്ക് ശനി 10-ലാണ്, ഐശ്വര്യഭാവത്തിലാണ്. കാരണം 5, 6, 8, 12 മാത്രമേ ശനി നമുക്ക് ദോഷമായിട്ട് വരത്തുള്ളൂ. നിങ്ങൾക്ക് ശനി 10, വ്യാഴം ജന്മത്തിൽ. ഈ രണ്ട് ഫലവും കൂടെ ചേരുമ്പോഴത്തേക്കിന് ഏത് വഴിക്കൂടൊക്കെയാണ് ധനയോഗം ഉണ്ടാവുന്നതെന്ന് പറയാനൊക്കത്തില്ല. അത്ര ഐശ്വര്യമായിരിക്കും വരാൻ പോകുന്ന മെയ് 14 ചേർന്ന്. അതാണ് അതിൻ്റെ ഫലം പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ഉത്തരത്തേൽ മുക്കാലും അത്തവും ചിത്തിരേരയും. ഇതെന്താ അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രഭാവങ്ങളാണ്. നിങ്ങൾ നോക്കി കോണിൽ ഭാവത്തിൽ വരുന്നവരാണ്. ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴം 10, ശനി 7. ഈ രണ്ട് ഫലങ്ങളെ കൊണ്ട് നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് 7-ാം ഭാവം കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യപ്രദമായിരിക്കും. കർമ്മപുരോഗതി, വ്യാഴത്തിനെ കൊണ്ട് കർമ്മപുരോഗതി ഉണ്ടാവുകയും ചെയ്യും. സർവ്വ ഐശ്വര്യം, സർവ്വഭാഗ്യം ഒരേപോലെയാണ് നിങ്ങൾക്ക് 4 പേർക്ക്. ഇനി അടുത്ത ഇവർക്കാർക്ക് ധനുക്കൂറുകാരുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരാൾക്കൊരു ഫലം, ഇവർക്കൊരു ഫലം, ഇവർക്കൊരു ഫലം. 4 കൂറുകാരും ഒരേ ഫലം അനുഭവിക്കും. അതാണ് പറയുന്നത്. സർവൈശ്വര്യം, മഹായോഗം, സ്ഥാനലബ്ധി, പദവി, അധികാരം, അതുപോലെ തന്നെ ധനയോഗം, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ആരെ തേടിയെത്തും? ഉത്തരത്തേൽ മുക്കാല് അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർക്കുണ്ടാകും. ശത്രുക്കൾ നിർപ്രഭരായി പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുമെന്നാണ് പറയുന്നത്. ഭാര്യയുമായി തർക്കത്തിലോ കേസിലോ വഴക്കിലോ ഒക്കെ ഉള്ളവർക്ക് അത് വിട്ടൊഴിഞ്ഞു മാറും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കന്നിക്കൂറുകാർ ഉറപ്പായിട്ടും നെൽക്കതിർ ദീപവും കയ്യിലേന്തി തോണിയുൾപ്പൊക്കെ യാത്ര ചെയ്യുന്ന കന്യക എന്ന് പറയും. കർമ്മത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തോണി കടന്ന് അക്കരെ പോകുമെന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പോൾ തോണിയുണ്ടോ? ഇല്ല. പക്ഷേ വിദേശ ഗമനം സാധ്യമാകും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ 3 പേരുടെ ഫലം പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ വരുന്നത് ധനുക്കൂറിലേക്കാണ് വരുന്നത്. ധനു 7-ൽ വ്യാഴം, 4-ൽ ശനി. നേരത്തെ ഈ പറഞ്ഞ എല്ലാവർക്കും ഒരുപോലെ ഫലം. നിങ്ങൾക്ക് 10-ൽ ശനി, ജന്മത്തിൽ വ്യാഴം. ഇവർക്ക് കർമ്മത്തിൽ വ്യാഴം, 7-ൽ ശനി. ഇവർക്ക് 4-ൽ ശനി, 7-ൽ വ്യാഴം. എത്ര പെട്ടെന്നാണ്, സിമ്പിളായിട്ടാണ് പറയുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിൽ ശനി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ധനയോഗം, വാഹനയോഗം, ഭാര്യാഗുണം, സന്താനഗുണം, വിവാഹം നടക്കുക. അതുപോലെ തന്നെ മാതാവിൻ്റെ ദുരിതങ്ങളായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും രോഗാരിഷ്ടതകളെ കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം വിട്ടൊഴിഞ്ഞു മാറും. പിണങ്ങി നിൽക്കുന്ന ബന്ധുക്കൾ ഗുണകരമായിട്ട് വരും. കലഹങ്ങളായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളും വഴക്കുകളായിട്ട് നിൽക്കുന്ന ശത്രുക്കളെല്ലാം അനുകൂലത്തിലേക്ക് വരും. അതുപോലെ തന്നെ ഗൃഹത്തിന് ഐശ്വര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ശനി പ്രതികൂലത്തിലാണോ എന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ വന്നിട്ട് 5, 6, 8, 12 ഭാഗങ്ങളിലാണോ നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നത് എന്നും കൂടി നിങ്ങൾ നോക്കുക. അത് കൂടാതെ ശനി ജാതകപ്രകാരം ഇപ്പം നിങ്ങൾക്ക് ശനി ഇവിടെയാണ് എന്ന് വിചാരിക്കുക. ശനിയുടെ കൂടെ ആദിത്യനോ ചൊവ്വയോ രാഹുകേതുക്കളോ യോഗം ചേർന്ന് നിൽപ്പുണ്ടോ എന്നും കൂടി നോക്കുക. അങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾക്ക് ശനിയുടെ ദോഷം പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇവിടെ പഞ്ചാംഗം വെച്ചിട്ട് അതുപോലെ തന്നെ ഗണിച്ചിട്ട് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇപ്പോൾ രാത്രിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ നിന്ന് നോക്കിയിട്ട് തന്നെയാണ്, എഴുതി വെച്ചിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ശനിയുടെ കൂടെ ആദിത്യനോ ചൊവ്വയോ രാഹുകേതുക്കളോ നിപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് ശനി കുറച്ച് ദോഷത്തിലാണ്. അതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ ലഗ്നത്തിൻ്റെ 5, 6, 8, 12 ഭാവങ്ങളിലാണ് ശനി വരുന്നതെങ്കിലും ദോഷമാണ് എന്ന് പറഞ്ഞു. അതുകൂടാതെ നിങ്ങളുടെ ലഗ്നപ്രകാരം മേടത്തിലോ ധനുവിലോ മീനത്തിലോ ആണ് ശനി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിലും ഈ ഇത്രയും പേർക്കും ശനി ജനിച്ച സമയത്ത് ദോഷത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ 1, 2, 3, 4 നക്ഷത്രക്കാർക്ക് അതിശക്തമായിട്ടുള്ള യോഗഫലം പറയുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ഇടവക്കാരുടെ കാര്യമാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ ശനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ഭാവത്തിലേക്ക് ഒരു ദൃഷ്ടിയുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട്. മകേരം
ത്തിൻ്റെ കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്ന നക്ഷത്രക്കാർക്ക്, കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്ന നക്ഷത്രക്കാർക്ക് 3-ാം ഭാവത്തിൽ വരുമ്പോഴത്തേക്കിന് ശനി ലാഭസ്ഥാനത്ത് വരുന്നു. വ്യാഴം 2-ാം ഭാവത്തിലേക്ക് വരുന്നു. വ്യാഴം 2-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്താണ്? അതിശക്തമായിട്ടുള്ള ധനയോഗമുണ്ട്. ശനി 11-ൽ വരുന്നു. ആരാണ് വരുന്നത്? കർമാധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശനി 11-ൽ വരുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി തന്നെയാണ് ഇത് പറയുന്നത്. ഏതെങ്കിലും ജ്യോതിഷം പഠിച്ചിട്ടുള്ള ആൾക്കാരോ ഉണ്ടെങ്കിൽ ഇതിനെ ഗണ്ണിക്കുന്നെങ്കിൽ ഗണ്ണിച്ചോട്ടെ. ഞാൻ പറയുന്ന കാര്യം ഞാൻ അവരെക്കാൾ ശ്രേഷ്ഠനായിട്ടെന്നല്ല പറയുന്നത്, എൻ്റെ ഒരു നിഗമനമാണ് പറയുന്നത്. ഈ നിഗമനം ഇടവലഗ്നക്കാർക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. 3-ാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇടവത്തിലോട്ട് ശനിയുടെ ദൃഷ്ടി വരുന്നത് കൂടാതെ ശനിയുടെ ദൃഷ്ടി നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഗുണം വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജാതക പ്രകാരം യോഗകാരകൻ എന്ന് പറയും നിങ്ങൾക്ക്. അപ്പം ശനിയുടെ ആ യോഗം കൊണ്ട്, ലാഭത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അതിശക്തമായിട്ടുള്ള ഈ പറയുന്ന ഇത്രയും നക്ഷത്രക്കാർക്ക് വരുന്ന പോലത്തെയുള്ള ഗുണവും നിങ്ങൾക്ക് വരും. ശനിയുടെ ഗുണഫലം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജനിച്ച സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രാശികളിലാണോ ശനി നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ശനിയുടെ ദൃഷ്ടി വരുന്നത്, ഇവിടെ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനിക്ക് 5-ാം ഭാവത്തിലോട്ടൊരു ദൃഷ്ടിയുണ്ട്, 7-ാം ഭാവത്തിലോട്ടൊരു ദൃഷ്ടിയുണ്ട്, 9-ാം ഭാവത്തിലോട്ടൊരു ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇടവക്കാരുടെ കാര്യം പറഞ്ഞു. അടുത്തതായിട്ട് ഗുണഫലമാണ് ഈ പറയുന്നത്. ഇനി ഇവിടെ പറയാനുള്ളവരുണ്ട്, അടുത്ത പറയാം. അടുത്തതായിട്ട് 1, 2, 3, 4, 5-ാം ഭാവം കർക്കിടക രാശിയിലോട്ട് ശനിക്ക് വേറൊരു ദൃഷ്ടി പറയുന്നുണ്ട്. 5-ാം ഭാവത്തിലേക്ക് അരദൃഷ്ടിയാണ് പറയുന്നത്. അരദൃഷ്ടി ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? പുണർദത്തിൽ കാലും പൂയവും ആയില്യം വരുന്നവർക്ക് ശനിയുടെ അരദൃഷ്ടി വരുന്നുണ്ട്. അരദൃഷ്ടി നിങ്ങൾക്കാരാണ് 7ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ശനിയുടെ അരദൃഷ്ടി വരുമ്പോൾ നേരത്തെ ഇവർക്ക് പറഞ്ഞിരിക്കുന്ന ഫലത്തിൻ്റെ പകുതി ഫലം ഗുണഫലം നിങ്ങൾക്ക് വരും. പക്ഷെ വ്യാഴം 12-ലുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട് നിലവിൽ. അപ്പോൾ അത് പരിഹരിക്കണം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ദോഷപരിഹാരങ്ങൾ അടുത്തതായിട്ട് പറഞ്ഞു തരാം. അടുത്തതായിട്ട് നമുക്ക് 9-ാം ഭാവത്തിൽ 1, 7, 8, 9 വിശാഖത്തിൽ കാലും അനിഴവും കേട്ടയും വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ 9-ാം ഭാവത്തിലേക്കുള്ള അരദൃഷ്ടി കൊണ്ട് കർക്കിടകത്തിന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ മിഥുനത്തിനും കന്നിക്കും ധനുവിനും മീനത്തിനും പറഞ്ഞിരിക്കുന്ന അനുകൂല ഫലങ്ങളുടെ ഒരു പകുതി ഫലം നിങ്ങൾക്കും വരും. ആർക്ക്? ഗുണഫലം. വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത്, ഇച്ചിരി ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ശനിയുടെ അനുകൂല ഫലം നിങ്ങൾക്കൂടെ വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ശനിക്ക് അഷ്ടമഭാവത്തിലേക്ക് ഒരു മുക്കാൽ ദൃഷ്ടിയുണ്ട്. അഷ്ടമരാശി ഇതാണ് ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ മുക്കാൽ വരുന്ന തുലാക്കൂറുകാർ, വൃശ്ചികക്കൂറുകാർ, കർക്കിടകൂറുകാർ, ഇടവക്കൂറുകാർ, വ്യാഴം, ഇത്രയും പേരുടെ ഫലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുലാക്കൂറിലേക്ക് ശനിക്ക് എന്തുണ്ട്? മുക്കാൽ ദൃഷ്ടി വരുന്നുണ്ട്. ഇനി ഇവരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാഭാഗ്യം, സർവ്വ ഐശ്വര്യം ഇവർക്ക് കിട്ടുന്നത് പോലുള്ളതിനേക്കാൾ കൂടുതൽ ഫലം നിങ്ങൾക്ക് കിട്ടും. ചിത്തിരേരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് കാര്യം. അടുത്തതാണ് കാര്യം പറയാൻ പോകുന്നത്. വ്യാഴം 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുന്നു, ഭാഗ്യം തെളിയുന്നു. 12-ൽ നിന്നുകൊണ്ടിരുന്ന കേതു ഇങ്ങോട്ട് മാറുന്നു, 11-ാം ഭാവത്തിലേക്ക് മാറുന്നു. 12-ൽ നിൽക്കുന്നതിൻ്റെ അത്രയും 11-ൽ വരുമ്പം ഗുണസ്ഥാനമാണ് കേതുവിൻ്റെ. 3-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലും കേതു വന്നു കഴിഞ്ഞാൽ, അല്ലെ രാഹു വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഐശ്വര്യമാണ്. അപ്പം അതിൻ്റെ ഫലമല്ല പറയുന്നതിൻ്റെ പേരിൽ ശനിയെ കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഫലം പറയുന്നത്, വ്യാഴത്തെ കൊണ്ടും. അപ്പം തുലാക്കൂറുകാർക്ക് മുക്കാൽ ദൃഷ്ടി, അതായത് ശനിയുടെ മുക്കാൽ ദൃഷ്ടി അഷ്ടമഭാവത്തിലേക്ക് വരുമെന്നും 4-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. മിഥുനക്കൂറുകാർക്ക് പറഞ്ഞല്ലോ, ഫലസിദ്ധി പറഞ്ഞത് കൊണ്ടാണ് വരാത്തത്. 4-ലേക്കും 8-ലേക്കും. അപ്പം തുലാക്കൂറുകാർക്കും ഐശ്വര്യപ്രദമായിരിക്കും. നിങ്ങൾ ജനിച്ച സമയത്ത് ശനി ദോഷത്തിലാണോ എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഗുരുവും മനസ്സിലാവത്തില്ല. ശനി ദോഷത്തിൽ നിൽക്കുന്നവരാരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മാത്രമാണ് അനുകൂല ഫലം വരാത്തത്. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് മേടക്കൂറുകാരുടെ കാര്യമാണ്. മേടക്കൂറുകാരുടെയും ഈ ശനിയുടെ പൊതുരാശി ഫലം നേരത്തെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതുകൊണ്ട് ഈ രാശിയിൽ അത് വലുതായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അർത്ഥമില്ല. നിങ്ങൾക്ക് ശനി 12-ലും വ്യാഴം 3-ലുമാണ്. അപ്പോൾ വ്യാഴം 3-ലേക്ക് മാറുന്നതും ശനി 12-ലോട്ട് മാറുന്നതും അത്ര ഗുണമല്ല എന്നുള്ളത് കൊണ്ട് നമുക്കൊരല്പം ഗുണഫലം കുറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. പക്ഷേ പ്രധാനമായിട്ട് രാഹു 11-ാം ഭാവത്തിലേക്ക് മാറാൻ പോകുന്നത്, മെയ് മാസം 19-ാം തീയതി മാറാൻ പോകുന്നത് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമ്മളിത് ഫലം പറയുന്നൊരു വീഡിയോ അല്ല. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചിങ്ങക്കൂറുകാർക്കുടെ കാര്യമാണ് പറയുന്നത്. വ്യാഴം 11-ൽ
ശനി അഷ്ടമത്തിൽ അത്ര ഗുണകരമായിട്ട്, ശനിയുടെ മാറ്റം അത്ര ഗുണകരമല്ലാത്ത ഒരു നക്ഷത്രക്കാരാണ്. കാരണം അഷ്ടമശനി സമയമാണ്, അത്ര ഗുണമല്ല. അഷ്ടമശനി വരുന്നത് നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്, നഷ്ടങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പം കന്നിക്കൂറിൻ്റെ പറഞ്ഞു. ഇനി ശനിയുടെ ദോഷം, നിങ്ങൾ ഈ കൂറുകാർക്കുള്ള ദോഷപരിഹാരം ഈ പറയുന്നത് അങ്ങ് ചെയ്താൽ മതി. അടുത്തായിട്ട് കുംഭക്കൂറുകാർക്ക് ഇച്ചിരി ദോഷ സമയമാണ്, നേരത്തെ പറഞ്ഞു. വ്യാഴം 6, ശനി 3. അപ്പം അത്ര അനുകൂലമായിട്ടുള്ളൊരു ഫലസിദ്ധി അല്ലാത്തൊരു കൂറുകാരും കൂടിയാണ്. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാർ. നിങ്ങൾക്ക് വ്യാഴം 6-ാം ഭാവത്തിലും ശനി 3-ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. അത്ര ഗുണകരമായിട്ടുള്ള അവസ്ഥ കാണുന്നില്ല. അടുത്തതായിട്ട് അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാൽ വരുന്ന കുംഭക്കൂറുകാർക്ക് അതിശക്തമായിട്ടുള്ള ഫലസിദ്ധി, യോഗം, ഐശ്വര്യം എല്ലാം വരുന്നുണ്ട്. വ്യാഴം 5-ാം ഭാവത്തിൽ. നിങ്ങൾക്ക് 9-ാം തുലാം രാശിക്കാർക്ക് പറഞ്ഞിരിക്കുന്ന അതേ ഫലം തന്നെ കുംഭക്കൂറുകാർക്കും വരുന്നുണ്ട്. അതായത് കുംഭക്കൂറിൻ്റെ മൂലത്രികോണാധിപനായിട്ടുള്ള ശനി 2-ാം ഭാവത്തിൽ അതിശക്തമായിട്ടുള്ള ധനയോഗം, ഭാഗ്യം. 5-ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം, സന്താന ഗുണം, ഇതുപോലുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശനി ജാതകപ്രകാരം നിങ്ങൾക്ക് 5, 6, 8 ലഗ്നം 5, 6, 8, 12 ഭാവങ്ങളിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് എന്ന് കരുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം ശനി ആദിത്യൻ, ചൊവ്വ, രാഹു, കേതുക്കളോട് യോഗം ചേർന്നാണോ നിൽക്കുന്നതെന്ന് നോക്കുക. മേടത്തിലോ കർക്കിടകത്തിലോ ചിങ്ങത്തിലോ വൃശ്ചികത്തിലോ ആണോ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾ ഇത്രയും പേര് ഞങ്ങൾക്ക് ശനിദോഷമുണ്ട് എന്ന് എഴുതി വെക്കുക. ശനിദോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ദോഷപരിഹാരം ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ഗ്രന്ഥത്തിൻ്റെ മുൻവശം മാറ്റിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് കടും നീല നിറത്തിലുള്ള ഒരു വസ്ത്രമോ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമോ ധരിക്കുന്നെങ്കിൽ ധരിക്കുക. ഇല്ലെന്ന് വരിയിൽ ഇതൊരു ചെറിയ ഒരു തുണ്ട് കഷ്ണമാക്കിക്കൊണ്ട് പോക്കറ്റിൽ ധരിക്കുന്നെങ്കിൽ നല്ലതായിരിക്കും. നീല ശംഖുപുഷ്പം, നീലത്താമര, നീല ചെമ്പരത്തി പോലുള്ള പുഷ്പങ്ങളെ കൊണ്ട് ശാസ്താവിന്, ശിവന്, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാൽ ദോഷപരിഹാരമാകുമെന്ന് പറയുന്നുണ്ട്. മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്തു കഴിഞ്ഞാൽ ദോഷപരിഹാരമാകുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാമൃത്യുഞ്ജയ യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാളി ഉപാസന ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ദോഷപരിഹാരമായിട്ട് ഓം സൂര്യപുത്രായ ഉത്മഹേ ശനേശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത് എന്ന് പറയുന്ന ശനീശ്വര ഗായത്രി മന്ത്രമുണ്ട്. അത് ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. എള്ളുപായസം നിവേദ്യം ശാസ്താവിനോ അയ്യപ്പനോ ശിവനോ ഹനുമാനോ സ്വാമിക്കോ നടത്തുന്ന എള്ളുപായസത്തിൻ്റെ നിവേദ്യം അല്ലെങ്കിൽ എള്ളുപായസം കൊണ്ട് ഹോമം ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. വന്നിച്ചമതയും എള്ളും കൂടെ ചേർത്തുകൊണ്ട് ശനീശ്വരന് ഹോമം ചെയ്തു കഴിഞ്ഞാൽ ശനിദോഷം വിട്ടൊഴിഞ്ഞു മാറും എന്ന് പറയുന്നുണ്ട്. ഒരു പിടി കറുത്ത എള്ള് വെള്ള തുണിയിൽ കെട്ടി തലയണക്കീഴിൽ വെച്ച് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം അത് നല്ലെണ്ണയുമായിട്ട് മിക്സ് ചെയ്ത് ചോറും മിക്സ് ചെയ്ത് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശനിദോഷം മാറും എന്നും ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും വിശ്വാസവും അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ശനിയുടെ ദോഷപരിഹാരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പരിഹാരങ്ങൾ ചെയ്യുക. ഗുണഫലങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമോ ഏതെങ്കിലും നാക്കുപിഴയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേ കയറി ഇതാവേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ ഗുരുകാരുടെയും പൊതുവായിട്ടുള്ള ഫലസിദ്ധി പറഞ്ഞിട്ടുണ്ട്. നന്ദി, നമസ്കാരം.